വാഴ എന്ന സിനിമയിലെ ഒരു 4 വരി പാട്ടാണ്, ആ പാട്ട് പാടിയ പാട്ടുകാരനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ തരത്തിലാണ് ആ പാട്ട് ഷെയർ ചെയ്ത് പോകുന്നത്. മലപ്പുറം തിരൂർ അരീക്കാട് സ്വദേശിയായ അഫ്സലാണ് ആ പാട്ടുകാരൻ. തിരൂരിലെ കിൻഷിപ്പ് എന്ന സ്ഥാപനത്തിൻ്റെ ഓണാഘോഷ പരിപാടിക്കിടെയാണ് അഫ്സൽ ആ പാട്ട് പാടിയതും പിന്നീട് ആ പാട്ട് വൈറലാവുകയും ചെയ്തു. ഇപ്പോൾ അഫ്സൽ തന്നെ മീഡിയ കൊണ്ടൊപ്പം ശരിയാണ്. നമ്മളിപ്പോൾ ഉള്ള കിൻഷിപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. അഫ്സലെ ശരിക്കും പാട്ടുകാരനാണോ? അല്ല, ഞാൻ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്. അതായത് കല്യാണ പ്രോഗ്രാമും അതുപോലെ തന്നെ മറ്റേ ഇനാഗുറേഷൻ, കോളേജിലത്തെ എന്തെങ്കിലും പ്രോഗ്രാം, അത്തരത്തിലുള്ള ചെറിയ പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഞാനിപ്പോൾ 1.5-2 വർഷമായിട്ടാണ് ഈ കിൻഷിപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ സ്നേഹ തീരത്തിൻ്റെ ഒഫീഷ്യൽ വളണ്ടിയറായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിലും ഞാൻ പാട്ട് പാടിയിരുന്നു. പക്ഷേ ഞാൻ ഇത്തരത്തിലുള്ള പാട്ട് പാടുന്നത് ആദ്യമായിട്ടാണ്. ഞാനിങ്ങനെ ഒരു ക്ലാസ്സിക് ചെറിയൊരു ലെവലിലുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു പാടിയിരുന്നത്. ഇത്ര ഡാൻസൊക്കെ കളിച്ച് അതിനോട് ആ ഒരു പാട്ടിനോട് ലയിച്ച് ചേർന്ന് പാടുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അത് ഈ കിൻഷിപ്പിൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വീൽ ചെയറിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം കൊണ്ടാണ് അങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ തോന്നിയതും അല്ലെങ്കിൽ ആ ഒരു പാട്ടിനത്ര ഉന്മേഷത്തോടു കൂടി എനിക്ക് പാടാൻ പറ്റിയത്. ഇവിടെയുള്ള ആളുകളൊന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത്രമാത്രം അതായിരുന്നു നമ്മളെ ഓണം സെലിബ്രേഷൻ. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വയനാടിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ചുരുക്കിയതാണ് ഇപ്രാവശ്യം പ്രോഗ്രാം. സാധാരണ പുറത്ത് വെച്ചിട്ട് ഉണ്ടാകാറുള്ളൊരു വലിയ രീതിയിൽ ആഘോഷിക്കാറുള്ളൊരു പ്രോഗ്രാമാണത്. ഇതൊരു വ്യത്യസ്തമായ വീൽ ചെയറിലുള്ള നമ്മളുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ വടം വലിക്കുക, അവർക്കുള്ള ഇത് പൊട്ടിക്കൽ, അങ്ങനെയുള്ള നല്ല നല്ല ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നൊരു പ്രോഗ്രാമായിരുന്നു. ഇപ്രാവശ്യം അത് ഒരു ചെറിയ രീതിയിലാക്കി ചുരുക്കി. അപ്പോൾ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു, കുറച്ച് എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോണിൽ സാധാ പാട്ടൊക്കെ ഇട്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു ഈ ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓൾറെഡി നല്ല ഉഷാറായിട്ട് നമുക്ക് നല്ല പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ വീൽ ചെയറിലിരുന്ന് ഡാൻസ് കളിക്കുക അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അതിൽ ലയിച്ചു പോയിട്ട് ഡാൻസ് കളിച്ച് പാടി. ഇങ്ങനെ ഒരു വൈറലായി കൈവിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലത്. കാരണം ഞാൻ ഒരുപാട് റീലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും വിജയകരമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഓണത്തിൻ്റെ തലേ ദിവസമായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തത്. ഓണത്തിൻ്റെ അന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ച് കയറി. മൂന്നാം നാൾ എനിക്ക് ഓരോ മെസ്സേജ് വരൽ തുടങ്ങി. ഒരുപാട് പേജ് എൻ്റെ പാട്ടിട്ടിട്ടുണ്ട്, വൈറലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ മെസ്സേജ് അയക്കൽ തുടങ്ങി, വിളിക്കൽ തുടങ്ങി, പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യൽ തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഓരോ ദിവസം ഇങ്ങനെ നോക്കിയാൽ 1 മില്യൺ, പിന്നെ നോക്കുമ്പോൾ 2 മില്യൺ, 3 മില്യൺ, ഇപ്പോൾ അത്യാവശ്യം ഒരു 6 കടന്ന് 7 അടുക്കാറായി തുടങ്ങി. സാധാരണ ഈ അടിച്ചുപൊളി പാട്ടുകൾ പാടാറില്ലേ? ഇല്ല, ഇതുവരെ ഞാൻ അങ്ങനെ പാടിയിട്ടില്ല. ഞാൻ ഒരു തമിഴ് പാട്ട്, അങ്ങനെ ഒരേ പാറ്റേണാണ് ഞാൻ കൂടുതലും. റൊമാൻറ്റിക് സോങ്ങാണ് അങ്ങനെ കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് പോക്ക്. അതും എൻ്റെ വോയിസിന് മാച്ചായി കൊണ്ടിരിക്കുന്ന പാട്ടുകൾ മാത്രം. ഇത്തരത്തിലുള്ളൊരു പാട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരു പാറ്റേൺ മാറ്റി പിടിക്കാറായിക്കണം എന്നൊക്കെ. പക്ഷെ അപ്പോഴും അവർ ഞാൻ ഇത്ര വിജയമാവുന്നൊന്നുമില്ല. ഞാൻ പറയണ ഈ ഒരു ഇത്രയും വൈറലാവാൻ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ നിൽക്കുന്ന നിലക്കൊക്കെ കാരണം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഓഡിയൻസാണ്, എൻ്റെ മുന്നിലുണ്ടായിരുന്ന അവർ മാത്രമാണ്. കാരണം അവർ തന്ന ആ ഒരു സപ്പോർട്ടും അപ്പം ഉണ്ടായിരുന്ന അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് ഈ ഒരു ഗാനമേളകളിലൊക്കെ പാടാൻ പോയിരുന്നു, അതായത് ട്രൂപ്പുകളിലൊക്കെ പോയിരുന്നു. ട്രൂപ്പായിട്ടൊന്നും പോയിട്ടില്ല. നമുക്കിങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മളെ വിളിക്കും, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഞങ്ങളെടുത്ത് ടീമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ അറിവിലുള്ള സുഹൃത്തുക്കളുണ്ടാവും പാട്ട് പാടണേ. അപ്പോൾ അവരെ വിളിക്കും. എല്ലാവരും വ്യത്യസ്ത സ്ഥലങ്ങളിലാവും. അപ്പോൾ അവരെ വിളിക്കും, എല്ലാവരും കൂടി പോയിട്ട് പരിപാടി നടത്തി പോരും. അതല്ലാതെ ഒരു ട്രൂപ്പ്, അതിൽ റേസിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ പൊതുവേ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ പൊതുവേ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോൾ അവരൊക്കെ അപ്പുറത്ത് നിന്ന് ഓരോരുത്തരെ വിളിച്ച് കൊണ്ടുവരലാണ്. അത്തരത്തിൽ മാത്രമേ ഞാൻ പാടാൻ പോകാറുണ്ടായിട്ടുള്ളൂ. ഇപ്പം വൈറലായപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം എന്താണ്? നല്ല മാറ്റമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാം ആയാലും. സത്യം പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ വെറും 3000 ഫോളോവേഴ്സാണ് എനിക്ക്. ഞാൻ ഈ സോങ് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ വെറും 3000 ഫോളോവേഴ്സ് ആയിരുന്നു. ഈ 3000 ഫോളോവേഴ്സ് 2 ദിവസം കൊണ്ട് 20K ആയി, 3 ദിവസം കൊണ്ട് അത് 30 ആയി, ഇപ്പോൾ 60 കടന്ന് നിൽക്കുകയാണ്. 60K കടന്ന് നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 57K ഫോളോവേഴ്സ് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കയറുക പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലോ പരിപാടികൾക്ക് വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, ദുബായിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച അവിടെ എത്തണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകിട്ട് ഇവിടുന്ന് കയറണം, വെള്ളിയാഴ്ച അവിടെ എത്തണം. അപ്പോൾ ശനിക്ക് വ്യാഴാഴ്ചയും പ്രോഗ്രാമുണ്ട്, കോളേജിലത്തെ ഗസ്റ്റായിട്ട് പോകുന്നുണ്ട് 2 കോളേജുകളിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അത് കഴിഞ്ഞ് ശനിയാഴ്ച
തിരിച്ചൊരു പ്രോഗ്രാമുണ്ട്, അപ്പോത്തിന് ഇവിടെ നാട്ടിലെത്തിക്കാനുള്ള രൂപ അവർ സഹായം ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ പാട്ടുകാരനാകണം എന്നുള്ളത് ആഗ്രഹമാണോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇനി അങ്ങനെ ഒരു പാട്ടുകാരനായി മാറും? ഭാവി എന്തായി തീരും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതുവരെ ഒരു പാട്ടുകാരനാവണം അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിക്കട്ടെ എന്നുള്ള രൂപത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ 2018 കാലഘട്ടത്തിൽ കുവൈത്തിൽ പോയിരുന്നപ്പോൾ അവിടുന്ന് ചെറിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ട് അവിടെ കുറച്ച് കാലം റൂമിലൊക്കെ റെസ്റ്റ് എടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിന്ന് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൽ അവിടുത്തെ മാനേജർ എന്നോട് ചോദിച്ചിരുന്നു നാട്ടിൽ എന്തിരുന്നു വർക്ക് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കല്യാണ പ്രോഗ്രാമിനൊക്കെ പോയിരുന്നു, മാത്രം പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഇവിടെ നിന്ന് സോങ് പാടാൻ പറ്റുമെന്ന് ചോദിച്ച് അപ്പോൾ അവിടെ ഒരു മാപ്പിളപ്പാട്ട് ഒരുപാട് നല്ല ജനങ്ങൾക്ക് മുന്നിൽ പാടാനുള്ളൊരു അവസരം അവിടെ കിട്ടി. അവിടെ ഞാൻ പാടി അവിടുത്തെ എല്ലാവരും അത് ഏറ്റെടുത്ത് അന്ന് എനിക്ക് ടിക്ടോക്കോ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമോ ഒന്നുമില്ല. അവിടുത്തെ ഒരു ടീം ആ പാട്ട് വീഡിയോ എടുത്ത് അവരുടെ അക്കൗണ്ടിൽ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത് അത് ഒരുപാട് വൈറലായി. ഇതുപോലെ എന്നെ എല്ലാവരും ചോദിക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങിയതാണ് 2018 മുതൽ 2024 നിൽക്കുമ്പോൾ എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് 3000 ഫോളോവേഴ്സാണ്. എങ്ങനെ പാട്ട് പാടിയിട്ടാലും അതും കുറഞ്ഞും കൂടിയും കൊണ്ടിരിക്കും. അപ്പോൾ അന്ന് അവിടുന്ന് കിട്ടിയ ആ ഒരു സപ്പോർട്ടിൻ്റെ പുറത്താണ് അവർ അവിടുന്ന് എന്നെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒരുപാട് ആനുകൂല്യങ്ങൾ എനിക്ക് തന്നു, ഒരുപാട് കാര്യങ്ങൾ അവർ എനിക്ക് ചെയ്തു തന്നു. പിന്നെ കൊറോണ സമയത്ത് നമ്മളിവിടെ നാട്ടിൽ അങ്ങനെ ലോക്കായി പോയിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ നാട്ടിലുള്ള അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യലും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ കല്യാണ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കിൻഷിപ്പിൽ നമ്മുടെ വീൽ ചെയറിലുള്ള സുഹൃത്തുക്കൾ നൽകിയ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അവരോടും എൻ്റെ പാട്ട് ഏറ്റെടുത്ത ജനങ്ങളോട് എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയും. എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ തിരൂർ ഫോറി മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഫോറി മാർക്കറ്റ് കേട്ടിട്ടുണ്ടാവുന്നു. ഓക്കെ, തിരൂർ ഫോറി മാർക്കറ്റിലുള്ള ഒരു കാറിൻ്റെ ആക്സസറീസ് ഉണ്ട്, വിയക്സ് ഓഡിയോ എന്ന് പറയും. അവിടെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യും. സാധാരണ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് പല താരങ്ങളും ഉണ്ടായി വരാറുള്ളത്. ഇപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ, ഇപ്പോൾ സംഗീത രംഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെടുകയോ ചെയ്തോ, ഇനി അങ്ങനെ ബന്ധപ്പെട്ടാൽ അങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ? ബന്ധപ്പെട്ടാൽ മുന്നോട്ട് പോകും, തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. നമുക്ക് പറ്റിയ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കും. ഞാൻ വലിയ കലാകാരനോ കാര്യങ്ങളോ ഒന്നുമല്ല, പാട്ട് പഠിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറേ സുഹൃത്തുക്കൾ കാരണം മാത്രമാണ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകും. ഇതുവരെ ആ ഒരു രീതിയിൽ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ സത്യമാണോ എന്താണെന്ന് അറിയില്ല. നമ്മൾ അറിയാൻ കഴിഞ്ഞത് മറ്റു പലരും ഇത്തരത്തിലുള്ള ആൾക്കാരെന്തോ അന്വേഷിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് തന്നിട്ടില്ല. അത് അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, ഇപ്പോൾ തൽക്കാലം അത് ഒന്ന് അറിയട്ടെ, സത്യമാണോ എന്താണെന്നുള്ള അറിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടിൽ, ആ വീഡിയോയിൽ ഒരു സാരി എടുത്തൊരു പെൺകുട്ടി കൂടി ആ വീഡിയോക്കൊപ്പം വൈറലായിട്ടുണ്ട്. ആ പെൺകുട്ടി ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. എന്താ പേര്? എൻ്റെ പേര് അബൽമ. അബൽമ. എവിടെ സ്ഥലം വീട്? പട്ടാമ്പി. ഈ പട്ടാമ്പിയുള്ള അബൽമ എങ്ങനെയാണ് ഈ കിൻഷിപ്പിലെത്തുന്നതും ഈ വീഡിയോയിൽ എത്തുന്നതൊക്കെ? ഞാൻ 2 മാസം മുന്നേ ഇവിടെ ഒരു ക്യാമ്പ് നടന്നിരുന്നു, എംബ്രൈസ് പറഞ്ഞൊരു ക്യാമ്പ് നടന്നിരുന്നു. അങ്ങനെ അവിടെ വന്നപ്പോൾ NSSൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അവിടെ വന്നപ്പോൾ ഇവരൊക്കെ വളണ്ടിയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ട് അങ്ങനെ താല്പര്യം തോന്നി, ഇവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ വളണ്ടിയറായി വന്ന് ഒഫീഷ്യൽ വളണ്ടിയറായി. അതിന് ശേഷമുള്ള ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു ഓണ പ്രോഗ്രാം. എന്താ ചെയ്യുന്നത്? ഞാൻ +2 സ്റ്റുഡൻ്റാണ്. എവിടെ പഠിക്കുന്നത്? പട്ടാമ്പി തന്നെ, ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കണം. കിൻഷിപ്പിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള പ്രോഗ്രാമായിരുന്നു അതല്ലേ? കിൻഷിപ്പിൽ കുറേ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ്സ്, ഒഫീഷ്യൽസ് പറഞ്ഞ 2 കാറ്റഗറിയാണ്. അതിൽ ഒഫീഷ്യൽ വണ്ടറായിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു അന്ന്. അതിൽ പങ്കെടുത്തു. പാട്ട് പാടിയത് ഇതാണെങ്കിലും അതിന്റെ സൈഡിൽ നിന്ന് വൈറലായി. ഇല്ല, അറിയാതെ ഒരു പാട്ട് കേട്ടപ്പോൾ ആസ്വദിച്ച് നിന്നു. ആരായാലും നല്ലൊരു പാട്ട് കേട്ട് ആസ്വദിച്ച് നിൽക്കുമല്ലോ, ആസ്വദിച്ച് നിന്നു. അറിയാതെ അങ്ങനെ വൈറലായി. പാട്ട് ആസ്വദിച്ചതാണല്ലേ? പാട്ട് ആസ്വദിച്ചതാണ്. വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നോ, പരിചയമുള്ള ആളുകളൊക്കെ? ഫ്രണ്ട്സ് എല്ലാവരും എന്നെയാണോ കാരണം ഞാൻ ഈ തിരൂരൊരു പ്രോഗ്രാം ആകുമ്പോൾ ഇങ്ങോട്ട് എത്തുകയെന്ന് കുറേ ഫ്രണ്ട്സിനെ അറിയില്ല. അത് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ അറിയുള്ളൂ. അങ്ങനെ കുറേ ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഞാൻ എന്നെയാണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ വൈറലായി. ഇപ്പം ഈ അഫ്സലിനെ വിളിക്കുന്ന പരിപാടിയിലൊക്കെ വിളിക്കാറുണ്ടോ? ഇപ്പോൾ നിങ്ങൾ 4ാമത്തെ പ്രോഗ്രാമാണ്. ഇപ്പോൾ രാവിലെ മുതൽ കഴിഞ്ഞു ഓരോ ഇൻ്റർവ്യൂകൾ വരിക അല്ലേ? അതെ. ഏതായാലും അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ആ പാട്ടിലൂടെ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായിരിക്കുകയാണ് അഫ്സലും ഈ പെൺകുട്ടിയും.
വരും ഭാവിയിൽ നിരവധി അവസരങ്ങൾ അഫ്സലിന് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിന്. അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എന്നാണ്. ഓരോരുത്തർക്കും ഓരോ ടേണിംഗ് പോയിൻ്റാണ്. അഫ്സലിൻ്റെ ടേണിംഗ് പോയിൻ്റ് ഈ കിൻഷിപ്പിൽ അന്ന് അവതരിപ്പിച്ച ആ പരിപാടിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ജീവിതത്തിൽ ഉയരങ്ങളുണ്ടാകട്ടെ. ഈ ഒരു ടേണിംഗ് പോയിൻ്റ് ജീവിതത്തിൽ നിർണായക ഘട്ടമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തിരൂരിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.